കാറ്റത്തെ കിളിക്കൂടിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ നീതുവിനെ പിടിച്ച് വലിച്ച് കൊണ്ടുപോയി അവിടെ ചെന്ന് കഴിയുമ്പോഴാണ് കല്യാണമാണെന്ന് മനസ്സിലാവുന്നത്. ചേട്ടൻ നാണില്ല, ഇവരുടെ വാക്ക് കേട്ട് മറ്റൊരുത്തരെ സ്നേഹിക്കുന്നതാണ് ഞാൻ. എൻ്റെ മനസ്സിൽ ഹരീഷ് മാത്രമേ ഉള്ളൂ, ഈ വിവാഹം നടക്കില്ല എന്നൊക്കെ പറയും. പക്ഷെ അവർ ബലമായി പിടിച്ച് നീതുവിൻ്റെ കഴുത്തിൽ ഇങ്ങനെ മാലയിടിക്കുന്ന ഒരു ഭാഗങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. തമിഴിൽ എന്തായാലും മാല ഇടുന്ന ഒരു ഭാഗങ്ങൾ കാണിക്കുന്നുണ്ട്. പക്ഷെ താലി കിട്ടുന്നേക്കാളും മുന്നേ നീതു അത് വലിച്ചു പൊട്ടിച്ചിറങ്ങി ഓടുന്നുണ്ട്. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ സുധീഷ് ഭയങ്കര നിരാശയായിട്ടിരിക്കുന്ന ശൂലം കുത്തുന്ന കാര്യം ആലോചിച്ച് പേടിച്ച് എന്തായാലും നിതിന് മുന്നിൽ അഭിമാനം കളയാനും പറ്റില്ല. അപ്പം അതുകൊണ്ട് തന്നെ ചെയ്തേ പറ്റൂ, അല്ലാണ്ട് എല്ലാവരോടുള്ള സ്നേഹം കൊണ്ടൊന്നല്ല. പക്ഷെ ഞാൻ ചെയ്തില്ലെങ്കിൽ നിധി ചെയ്യും എന്ന് പറഞ്ഞതുകൊണ്ട് നിതിനെ കൊണ്ട് എന്തായാലും ജയിപ്പിക്കേണ്ട എന്ന് തീരുമാനിച്ചുകൊണ്ട് തന്നെ സുധീഷ് ആ കർമ്മ ഏറ്റെടുക്കണം. അങ്ങനെ അമ്പലത്തിൽ ചെന്ന് കാവിമുണ്ടൊക്കെ കൊടുത്ത് തോളിൽ ഇങ്ങനെ കാവടി പോലത്തെ ഒരു സംഭവമൊക്കെ വെച്ചിട്ടൊക്കെ ഉണ്ട്. അതിനുശേഷം പിന്നെ ശൂലം കുത്തുമ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നു, നിധിയൊക്കെ. അതിനുശേഷം അമ്പലം വലം ചുറ്റണ്. അങ്ങനെ നമ്മുടെ സുഭാഷിന് വേണ്ടിയുള്ള എല്ലാ പൂജകളും അവിടെ അവസാനിക്കുന്നു. ഭയങ്കര സന്തോഷത്തോടെയാണ് എല്ലാവരും വീട്ടിലേക്ക് പോരുന്നത്. സുധീഷിനാണെങ്കിൽ വേദന എടുത്തിട്ട് വെള്ളം കുടിക്കാൻ പോലും പറ്റണില്ല, അങ്ങനെ എന്നെ കാണ്ട് വിഷമിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സുധീഷിനോട് നമ്മുടെ ഹരീഷ് പറയുന്നുണ്ട്, എന്തായാലും ഏട്ടത്തേക്ക് ഇപ്പം സുധീഷേട്ടനോട് ചെറിയൊരു സോഫ്റ്റൊക്കെ ഉണ്ട്, ഒരു ഇഷ്ടമൊക്കെ തോന്നുന്നുണ്ട്. പഴയതുപോലെ ഒന്നല്ല. സുധീഷേട്ടൻ്റെ കാര്യം പറയുമ്പോൾ ചിരിക്കിനൊക്കെ കാണുന്നുണ്ട് കേട്ടാന്ന് പറഞ്ഞപ്പോൾ സുധീഷ് സത്യമാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതെ സത്യമാണ്, ചെറിയൊരു മാറ്റം എന്തായാലും ഉണ്ട്. ഇനി ഇയാളായിട്ട് അത് കളഞ്ഞു കുളിക്കരുതോ, ഇല്ലാത്ത ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇയാളെ നാവ് ചൊവ്വില്ലാത്തത് കൊണ്ടാണ് ഏട്ടത്തി പല കാര്യത്തിലും ഇയാളോട് ദേഷ്യപ്പെടുന്നതൊക്കെ പറഞ്ഞ് ഉപദേശിക്കുന്നൊക്കെ ഉണ്ട് അനിയന്മാർ. അതിനുശേഷം പിന്നീട് സുധീഷ് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നമ്മുടെ നിധി ചെന്ന് ചോദിക്കുന്നുണ്ട്, സുധീഷെ വേദനിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ എന്ന് പറയും. അത് വേഗം രണ്ട് കവളിലും പിടിച്ച് നോക്കുന്നൊക്കെ ഉണ്ട്. അതിനുശേഷം മഞ്ഞളൊക്കെ അരച്ച് തേച്ച് കൊടുക്കുന്നുണ്ട് കവളത്തും പിന്നെ തോളിലും ഒക്കെ. അപ്പം സുധീഷിന് ഭയങ്കര സന്തോഷമാവുന്നു. അതായത് ഒരു ശുശ്രൂഷ പോലെ ചെയ്യുന്നുണ്ടല്ലോ, പരിഗണന ഉണ്ടല്ലോ, തന്നോട് സ്നേഹമുണ്ട്, സംസാരിക്കുമ്പോൾ ഒക്കെ ഒരു പുഞ്ചിരിയും അടുത്ത് വന്നിരിക്കുന്നു. അങ്ങനെ നിധിയുടെ പെരുമാറ്റത്തിൽ പലവിധ മാറ്റങ്ങളും വന്നു തുടങ്ങിയിട്ടുണ്ട്. അതായത് സുധീഷിന് നിധിയോട് ഇഷ്ടമുള്ള കാര്യം സുധീഷ് തുറന്നു പറഞ്ഞത് കൊണ്ട് തന്നെ സുധീഷിൻ്റെ ഭാഗം ക്ലിയർ ആണല്ലോ. പിന്നെ ഇനി നിധിയുടെ ഭാഗം മാത്രമേ ഉള്ളൂ. എന്തായാലും നിധിക്ക് സുധീഷിനോട് ചെറിയ ഇഷ്ടങ്ങളൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടാണല്ലോ സുധീഷ് ഇതൊക്കെ ചെയ്തത് എന്നുള്ളൊരു തോന്നലും നിധിക്കുണ്ടായി. അതിനുശേഷം സുധീഷ് നിധിയോട് ഇങ്ങനെ ഒരു ആഗ്രഹം പറയുന്നുണ്ട്, നമുക്കിങ്ങനെ ഈ ഭാഗമൊക്കെ ചുറ്റി കണ്ടിട്ട് വരാമെന്ന് പറയുമ്പോൾ പോകാമെന്ന് പറയും. സത്യം, ശരിക്കും പിന്നെന്താ പോകാം സുധീഷേ. സുധീഷ് എനിക്ക് വേണ്ടിയിട്ടല്ലേ അമ്പലത്തിൽ ശൂലം കുത്തിയതൊക്കെ ഞാൻ പറഞ്ഞിട്ട് സുധീഷ് അതൊക്കെ ചെയ്തതല്ലേ, അതുകൊണ്ട് നമുക്ക് പോകാമെന്ന് പറയും. അതിനുശേഷം പിന്നെ നല്ല അടിപൊളി ഒരു പാട്ടോടുകൂടി നമ്മുടെ സുധീഷ് നിധിനെ ഫ്രണ്ടിൽ എത്തിയിട്ട് സൈക്കിൾ ചവിട്ടി അവിടെ ആ ഭാഗം മുഴുവൻ കറങ്ങി നടക്കുന്ന ഒരു ഭാഗമൊക്കെ പ്രൊമോയിൽ കാണിക്കുന്നത്. അടിപൊളി എപ്പിസോഡുമായി സുധീഷ് നിധി പ്രണയ കോംബോ സീനുകളൊക്കെ ആയിട്ട് അടുത്ത ആഴ്ച സൂപ്പർ ഭാഗങ്ങളൊക്കെ ഇനി കാറ്റത്തെ കിളിക്കൂടിൽ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയ ചാനലിന് പ്ലീസ്.